കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൺഫ്ലവർ ഓയിൽ വിതരണക്കാരായി റഷ്യ. ഉക്രൈനെ മറികടന്നാണ് റഷ്യ മുന്നിലെത്തിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ റഷ്യയിൽ നിന്നുള്ള സൺഫ്ലവർ ഓയിൽ ഇറക്കുമതി 12 മടങ്ങ് വർദ്ധിച്ചു. ഇതോടെയാണ് യുക്രൈനെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ സൺഫ്ലവർ ഓയിൽ വിതരണക്കാരായി റഷ്യ മാറിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3 ഭക്ഷ്യ എണ്ണകളിൽ ഒന്നാണ് സൺഫ്ലവർ ഓയിൽ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലിന്റെ 5% താഴെ മാത്രമേ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ലോകത്തിലെ സൺഫ്ലവർ ഓയിലിന്റെ ഏറ്റവും വലിയ ഉറവിടം റഷ്യയാണ്. ഇന്ത്യയുടെ മൊത്തം സൺഫ്ലവർ ഓയിൽ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ പങ്ക് 2021 ഏകദേശം 10%. 2024 ഇത് 56% ഉയർന്നു. 2024 ഇന്ത്യ റഷ്യയിൽ നിന്ന് 2.09 ദശലക്ഷം ടൺ സൺഫ്ലവർ ഓയിൽ ഇറക്കുമതി ചെയ്തു. 2001 ഏകദേശം 1,75,000 ടണ്ണിൽ നിന്ന് 12 മടങ്ങ് വർധന. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂര്യകാന്തി എണ്ണ വിതരണക്കാരായിരുന്നു ഉക്രൈൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുടർച്ചയായ മഴയെ തുടർന്ന് മലയോര കാർഷിക മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റബ്ബർ അടക്കമുള്ള കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടവും. കഴിഞ്ഞ 6 മാസത്തിലേറെയായി തുടരുന്ന കനത്ത മഴ മലയോര കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റബ്ബർ ടാപ്പിംഗ് നിലച്ചതും കാർഷിക വിളകൾക്ക് നാശം നേരിടുന്നതും കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇടവിട്ടുള്ള കനത്ത മഴയിൽ തുടങ്ങിവെച്ച പ്രവൃത്തികളെല്ലാം അവതാളത്തിലായിരിക്കുകയാണെന്നാണ് കർഷകരുടെ പരാതി. ചെറുകിട റബ്ബർ കർഷകർ തോട്ടങ്ങൾ തെളിക്കുകയും റബ്ബർ ടാപ്പിംഗ് തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഒട്ടുമിക്ക കർഷകർക്കും 2-3 ദിവസങ്ങൾ മാത്രമേ റബ്ബർ ടാപ്പിംഗ് നടത്താൻ സാധിച്ചുള്ളൂ. ഏക്കറിന് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ചെലവഴിച്ചാണ് കാടുകയറിയ തോട്ടങ്ങൾ വെട്ടിത്തെളിച്ചത്. ഇതോടൊപ്പം ടാപ്പിംഗ് പുനരാരംഭിക്കാൻ വലിയ തുക ചെലവായി. വീണ്ടും കനത്ത മഴ വരികയും റബ്ബർ ടാപ്പിംഗ് മുടങ്ങുകയും ചെയ്തതിനാൽ പലരോടും വായ്പയായി മേടിച്ച തുക ഉൾപ്പെടെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് ചെറുകിട റബ്ബർ കർഷകർ പറയുന്നത്. മലയോര മേഖലയിലെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സായ റബ്ബർ ടാപ്പിംഗ് നിലച്ചതോടെ വരുമാനമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കർഷകരും തൊഴിലാളികളും. രൂക്ഷമായി തുടരുന്ന വന്യമൃഗശല്യവും കാർഷിക മേഖലയുടെ തകർച്ച പൂർണ്ണമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള അരി വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മ്യാൻമറിനാകുമെന്ന് മ്യാൻമറിന്റെ വാണിജ്യ ഉപമന്ത്രി മിൻമിൻ. സമൃദ്ധമായ ഭൂമിയും കർഷകരുടെ കഠിനാധ്വാനവും രാജ്യത്തിന് നേട്ടം. മ്യാൻമറിലെ സ്ഥിരതയുള്ളതും ഉൽപാദനക്ഷമവുമായ ഒരു കാർഷിക മേഖല രാജ്യത്തിന്റെ വികസനത്തിനു മാത്രമല്ല പ്രാദേശിക ആഗോള അരി വിപണികളിലെ മുന്നേറ്റത്തിനും ആധിപത്യത്തിനും വഴിവെച്ചെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മ്യാൻമറിന്റെ വാണിജ്യ ഉപമന്ത്രി മിൻമിൻ. ഡൽഹിയിൽ നടന്ന ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് 2025 ബിസിനസ് പ്രതിനിധി സംഘത്തെ നയിച്ചത് മിൻമിനായിരുന്നു. സമൃദ്ധമായ ഭൂമി, ജലസ്രോതസ്സുകൾ, കർഷകരുടെ പ്രതിരോധശേഷിയും സമർപ്പണവും എന്നിവയാണ് മ്യാൻമറിന്റെ നെൽകൃഷിയെ ശക്തിപ്പെടുത്തുന്നത്. വളർന്നുവരുന്ന അന്താരാഷ്ട്ര ആവശ്യം നിറവേറ്റാനുള്ള ശേഷി മ്യാൻമറിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മ്യാൻമറിനെ സംബന്ധിച്ചിടത്തോളം അരി വെറുമൊരു ഉൽപ്പന്നമല്ല, സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലും ഗ്രാമവികസനത്തിന്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും പ്രധാനിയുമാണ്. മ്യാൻമറിന്റെ സംസ്കാരത്തിന്റെ അടിത്തറയും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉപജീവനമാർഗത്തിന്റെ പ്രധാന ഉറവിടവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷനാണ് ദ്വിദിന ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിയെക്കുറിച്ചുള്ള 8ാമത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഇന്ത്യയും നെതർലാൻഡ്സും. കാർഷിക മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള കൃഷിയെക്കുറിച്ചുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ 8ാമത് യോഗം ഡൽഹിയിലെ കൃഷിഭവനിൽ നടന്നു. കാർഷിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിലാണ് ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകിയത്. ദീർഘകാല സഹകരണം വളർത്തിയെടുക്കുന്നതിൽ JWGയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇരു രാജ്യങ്ങളിലും നിലവിലെ കാർഷിക മുൻഗണനകളും വെല്ലുവിളികളും ചർച്ച ചെയ്തു. ഇന്ത്യയുടെ കൃഷി കർഷകക്ഷേമ വകുപ്പിലെ പ്രിയാരഞ്ജനും നെതർലൻഡ്സിലെ കൃഷി പ്രകൃതി ഗുണനിലവാര മന്ത്രാലയത്തിലെ ഗൈഡോ ലാൻഹീറുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. പൊതുവായ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ഈ സഹകരണ വേദിയുടെ പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. പരസ്പര ധാരണയിലും പങ്കിട്ട ലക്ഷ്യങ്ങളിലും ഊന്നൽ നൽകുന്നത് ഇരു രാജ്യങ്ങളുടെയും കാർഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.